ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്വീറ്റ് ഡിഷിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. ഒരു ബ്രെഡ് ഹൽവയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. ഇത് ഉണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ബ്രെഡ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ റെസിപ്പിക്ക് വൈറ്റ് ബ്രെഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ഒരു 11 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു സോഫ്റ്റ് ബ്രെഡ് ആയിരിക്കണം. ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ സൈഡ്സ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം. അത് കളയേണ്ട ആവശ്യമില്ല. ഇത് മിക്സിയിലെടുത്ത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബ്രെഡിന്റെ സൈഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതൊന്നില്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഹൽവയ്ക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടൊരു 2 പ്രാവശ്യം ഒന്ന് പൾസ് മാത്രം ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ റെസിപ്പിക്ക് കുറച്ച് നല്ലോണം നെയ്യ് ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം ഒരു 2 സ്പൂൺ നെയ്യ് പാനിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് പീസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടിയിലുള്ള പീസസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തും എടുക്കാം. അതും ഒരു മെത്തേഡാണ് ഈ റെസിപ്പി ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ പീസസിലും നെയ്യ് ഒന്ന് കോട്ടായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം ബ്രെഡ്. ഇപ്പൊ ബ്രെഡ് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് കാച്ചിയ പാലാണ്. ഞാൻ ആദ്യം ഒരു 2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. പാല് ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കണം. ഇത് ഇളക്കി ഇത് ലംസ് എല്ലാം ഇല്ലാണ്ട് നമുക്ക് ഇത് നല്ലൊരു എന്താ പറയുക, ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര ഓരോ ബ്രെഡിന്റെ സ്വീറ്റ്നെസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാര ചേർത്തും ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ റെസിപ്പിക്ക്. അപ്പൊ കൈ കുറച്ച് വേദന എടുക്കും, സാരില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അടി പിടിക്കുകയോ അല്ലെങ്കിൽ കട്ട കുത്തുകയോ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. പാല് ചേർത്ത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിൽ ഇനി എത്രമാത്രമേ ചെയ്യാനുള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് നെയ്യും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഈ ഹൽവ റെഡി ആവുമ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരുള്ളൂ. അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഹീറ്റിനുള്ളിൽ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 25-30 മിനിറ്റ്സ് ആയി. ഈ ഹൽവ ഇപ്പോൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ഏലക്ക ചതച്ചതും പിന്നെ കുറച്ച് ആൽമണ്ട് സ്ലൈസസും ചേർക്കാം. ആൽമണ്ട്സിന് പകരം നെയ്യിൽ വറുത്ത കഷ്ണണ്ടിയും ചേർക്കാം. അത് നല്ല സ്വാദാണ്. ഇപ്പൊ നമ്മളുടെ ബ്രെഡ് ഹൽവ റെഡിയായി. ഇത് നല്ല വാം ആയിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഈ റെസിപ്പിയിൽ നെയ്യ് കുറച്ച് നല്ലോണം തന്നെ യൂസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ, ഈ പാനിൽ നിന്ന് നല്ലോണം വിട്ടു വരുള്ളൂ. അപ്പൊ നിങ്ങളും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല സ്വാദാണ്, ഒരു ഡിഫറെന്റ് ഒരു സ്വീറ്റ് റെസിപ്പിയുമാണ്. അപ്പൊ ഈ വീക്കെൻഡ് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.